നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വഭാവവും മനോഭാവവും പലപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മെച്യൂരിറ്റി അല്ലെങ്കിൽ പക്വത. ഗൗരവത്തെ പലപ്പോഴും മെച്യൂരിറ്റിയെ തെറ്റിദ്ധരിക്കാറുണ്ട്. നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്. ചില ആൾക്കാരുണ്ട്, ഒന്ന് മസിലൊക്കെ പിടിച്ച് ഒരു കണ്ണാടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഗൗരവം തോന്നും, കുറച്ച് മെച്യൂരിറ്റി ആയിട്ട് ഫീൽ ചെയ്യാൻ തോന്നും. ഇതാണോ മെച്യൂരിറ്റി? ഒരിക്കലും അല്ല. ചിരിക്കേണ്ട സ്ഥലത്ത് ചിരിക്കാനും ഗൗരവം കാണിക്കേണ്ട സ്ഥലത്ത് ഗൗരവം കാണിക്കാനുമുള്ള തിരിച്ചറിവാണ് ശരിക്കും മെച്യൂരിറ്റി. ഇന്നത്തെ കാലത്ത് പലരും ഉണ്ടെന്ന് വിചാരിക്കുന്നതും എന്നാൽ ഇല്ലാത്തതായിട്ടൊരു കാര്യവുമാണ് മെച്യൂരിറ്റി. പേഴ്സണൽ ഡെവലപ്മെന്റിന്റെയും സെൽഫ് അവയർനെസിന്റെയും കുറവ് കൂടിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഒരാൾ ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിന്റെ ബേസിലാണ് അയാൾ എത്രത്തോളം മെച്യൂർഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കുറച്ച് പോയിന്റ്സിലൂടെ നമുക്കിതൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ പോയിന്റ് പൂവർ ടൈം മാനേജ്മെന്റ് ആണ്. ഇവർ നിസ്സാര കാര്യത്തിന് സമയമെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പ്രോപ്പറായിട്ട് ഒരു കാര്യങ്ങളും തന്നെ ആ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുകയില്ല. ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ, അവർ ഗോൾ സെറ്റ് ചെയ്ത് കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് ആ സമയം പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ ശ്രമിക്കും. ഇതാണ് നിങ്ങൾ മെച്യൂർഡ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഒരു പോയിന്റ്. രണ്ടാമതായി, ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒന്നും തന്നെ ഏറ്റെടുക്കില്ല. ഇൻ കേസ് ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താലും അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർ മറ്റുള്ളവരെ പഴിക്കുകയും ഇത് എൻ്റെ തെറ്റല്ല നിന്റെ തെറ്റാണെന്ന് പറഞ്ഞ് ശാസിക്കുകയുമാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെച്യൂർഡ് പീപ്പിൾ എപ്പോഴും മീനിങ് ഫുൾ ഫ്രണ്ട്ഷിപ്പിനായിരിക്കും വാല്യൂ കൊടുക്കുന്നത്. അവർക്ക് നമ്പർ ഓഫ് ഫ്രണ്ട്സ് വളരെ തന്നെ കുറവായിരിക്കും. ഇമ്മച്യൂർ ആൾക്കാർ എപ്പോഴും ഫ്രണ്ട്സിന്റെ എണ്ണം കൂട്ടുന്നതിലായിരിക്കും മുൻതൂക്കം. എപ്പോഴും ഇത് ഇങ്ങനെ തന്നെ ആവണം എന്നില്ല. നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സുള്ള ആൾക്കാരും ഉണ്ട്. ഇത് പ്രധാനമായിട്ടും അവർ വളരുന്ന സാഹചര്യം, അവരുടെ പ്രൊഫഷൻ, അവരുടെ ചുറ്റുപാടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചേഞ്ചസ് വരുന്നത്. ഇവരെപ്പോഴും എല്ലാവരുമായിട്ടും ഒരു ഹെൽത്തി ക്വാളിറ്റി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കും. ഇതാണ് മെച്യൂരിറ്റി. അടുത്തതായി, ക്രഷ് തോന്നുന്നതെല്ലാം നാച്ചുറലാണ്. പക്ഷെ ആ ക്രഷിനെ നമ്മൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിലാണ് കാര്യം. നമുക്ക് ചുറ്റും നമ്മൾ ഒരുപാട് പേരെ കാണാറുണ്ടല്ലേ. ഒരാളോട് ക്രഷ് തോന്നി, അവരുമായിട്ട് ഭയങ്കര ക്ലോസ് ഒക്കെ ആയി സംസാരിച്ചു, കുറച്ച് നാൾ കഴിയുമ്പോൾ വേറൊരാളെ കാണുന്നു, പിന്നെ അയാളോട് ക്രഷ് തോന്നുന്നു, പിന്നെ അവരുടെ കൂടെ കുറേ നാൾ ഇങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇതാണോ ശരിക്കും മെച്യൂരിറ്റി? അല്ല, ഇതല്ല മെച്യൂരിറ്റി. നമുക്കൊരാളോട് ഒരു ഇഷ്ടം തോന്നി, അത് വെറും ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമാവാതെ അവരുമായിട്ട് സംസാരിച്ച് ഇത് വർക്കാവുമോ, മുന്നോട്ട് പോകണോ എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെ എത്തി മുന്നോട്ട് പോയി അത് ലൈഫ് ലോങ്ങിലേക്ക് വേണം എന്നൊരു ഡിസിഷൻ എടുക്കുന്നത് മെച്യൂരിറ്റിയാണ്. ഇനി ഇത് വർക്കാവില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അയാൾ ഒരു രാത്രി കളഞ്ഞിട്ട് പോവാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇത് സ്റ്റോപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് മെച്യൂരിറ്റിയാണ്. ഒരു മെച്യൂർ റിലേഷൻഷിപ്പ് എപ്പോഴും തന്നെ പോസിറ്റീവ് ആയിരിക്കും, ടോക്സിക് ആയിരിക്കില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവ് ആയിരിക്കും, മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും, നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കും. അടുത്തതായി, ഓവർ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ ആണ്. നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എത്ര ലൈക്ക് കിട്ടി, എത്ര കമൻറ്റ് കിട്ടിയെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ശരിക്കും അതൊരു ഇൻസെക്യൂരിറ്റി ആണ്. അതായത് എക്സ്റ്റേണൽ വാലിഡേഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അത് വേറൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. സോഷ്യൽ മീഡിയ ആക്കി മാത്രം നിർത്തുക. നല്ല നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരുപാട് ഇൻഫോർമേഷൻ അറിയാനും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാത്രം സോഷ്യൽ മീഡിയ കാണുക. അല്ലാതെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഫോട്ടോയ്ക്ക് എത്ര ലൈക്ക് കിട്ടി, എത്ര കമൻറ്റ് കിട്ടി, ഇനി ഞാൻ 2 നെഗറ്റീവ് കമൻറ്റ് ഇടട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. അതൊരിക്കലും മെച്യൂരിറ്റി അല്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, മെച്യൂർഡ് ആൾക്കാർക്ക് എപ്പോഴും എമ്പതി ഉണ്ടായിരിക്കും. അതായത് അവർ മറ്റുള്ളവരുടെ സാഹചര്യത്തിൽ നിന്ന് ചിന്തിക്കും. തനിക്ക് ഈ അവസ്ഥ വന്നാൽ എന്തായിരിക്കും എന്നുകൂടി ചിന്തിക്കും. എന്നാൽ ഇമ്മെച്യൂർ ആൾക്കാർ അവരുടെ സൈഡ് മാത്രമേ ചിന്തിക്കൂ, മറ്റൊരാളുടെ സൈഡ് കേൾക്കാൻ പോലും ശ്രമിക്കില്ല. ഇതിൽ ഏതൊക്കെ പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് മെച്യൂരിറ്റി, എന്താണ് മെച്യൂരിറ്റി ഇല്ലായ്മ എന്നുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.